ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ഐക്യമുണ്ടാകണമെങ്കിൽ വിനയം വേണം. യേശുക്രിസ്തുവിൻ്റെ വിനയം വേണം. ആ യേശുക്രിസ്തുവിൻ്റെ വിനയത്തോളം ചെല്ലുമ്പോഴാണ് പിതാവായ ദൈവത്തോട് യേശു എപ്രകാരം ഐക്യപ്പെട്ടോ, ആ പരിശുദ്ധാത്മാവിനോട് എത്രമാത്രം ഐക്യപ്പെട്ടോ ആ ഐക്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മളെയൊക്കെ ഈഗോ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, അപ്പന്, ബന്ധുക്കൾ, സഹോദരങ്ങൾ, നമ്മൾ കൂടി വരുന്ന കൂട്ടങ്ങളിൽ, അത് പള്ളിയാണെങ്കിലും ക്ലബ്ബാണെങ്കിലും എവിടെ ഏത് മേഖലകളാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും ഒരു ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഇവിടെയെല്ലാം ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ വിനയപ്പെടാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠത കണ്ടാൻ സാധിക്കുമോ? അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ആ അത്ഭുത ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും വിനയപ്പെടുക. ദൈവം അവിടെ ഐക്യമുണ്ടാക്കും. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ടുണ്ടുക. അവനോ വളരണം, ഞാനോ കുറയണം. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. മറ്റുള്ളവരും വളരണം, നമ്മൾ കുറയണമെന്നുള്ള മനോഭാവം ഉണ്ടാകണം. അല്ലാതെ അവൻ വളരുന്നതിന് കണ്ണു കഴിച്ചിരുന്നാൽ പോരാ. ഒരിക്കലും വളരുകയില്ല. അവനെ വളർത്താനും ശ്രമിക്കണം, മറ്റുള്ളവരെ വളർത്താനും ശ്രമിക്കണം. ആ ഒരു മനോഭാവം നമ്മളിലുണ്ടാകണം. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ്. ഐക്യത്തിൻ്റെ ശക്തി ഉണ്ടാകണമെങ്കിൽ ഞങ്ങളിൽ വിനയം ഉണ്ടാകണമല്ലോ. അവനോ വളരണം, ഞാനോ കുറയണമെന്നുള്ള ആ മനോഭാവം ഞങ്ങളിൽ എല്ലാവരിലും വ്യാപരിക്കട്ടെ. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരിലുള്ള ഐക്യത്തെ വളർത്തിയെടുക്കുവാൻ എല്ലാവർക്കും കൃപ ചെയ്താട്ടെ. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എംപിമാർ, MLAമാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം അറിയിക്കുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജ്, ഓർഫനേജുകൾ, ജയിലുകൾ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ള വിശ്രമജീവൻ നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ അത്ഭുത കരുണ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാട്ടെ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ്. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.